ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരൻ അബൂ താരിഖ് സുബൈർ മുഹമ്മദ് മൗലവി ഖുർആനിലെ ഒരു അടിസ്ഥാന പ്രമാണത്തെ, ഖുർആൻ കൽപ്പിച്ച തർക്കത്തെ നിരാകരിക്കുന്ന തരത്തിലുള്ള ആശയമാണ് മാസപ്പിറവി മൻഹജും മസ്അലയും എന്ന പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ എഡിഷൻ 2023 അഥവാ 1444 ഹിജ്റ വർഷം പ്രസിദ്ധീകരിച്ചത്. അതിൽ പേജ് 36-37 അദ്ദേഹം പറയുന്നത് നമുക്ക് വായിക്കാം. ബാറക്കല്ലാഹു ഫീക്കും. അദ്ദേഹം പറയുന്നു, മിക്കപ്പോഴും ഒരു സത്യത്തെ റദ്ദ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു അസത്യം സ്ഥാപിക്കാനോ വേണ്ടിയാണ് പലരും തർക്കത്തിൽ ഏർപ്പെടാറുള്ളത്. എന്നാൽ ഒരു സത്യമോ ന്യായമോ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള തർക്കം പോലും വർജിക്കുകയാണ് വേണ്ടത്. കാരണം തർക്കത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ എന്ന ഭാവമായിരിക്കും മികച്ചു നിൽക്കുക. പിന്നീട് തൻ്റെ ഈഗോയെ തൃപ്തിപ്പെടുത്താൻ അവൻ ഏത് അന്യായമായ മാർഗവും അവലംബിക്കും. എന്നാൽ സത്യദീൻ പ്രചരിപ്പിക്കാനുള്ള അനുവദനീയവും നിർദോഷകരവുമായ ഒരു മാർഗമായിട്ടാണ് ഇന്ന് പലരും തർക്കത്തെ കാണുന്നത്. ഇതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. കാര്യം അങ്ങനെയല്ല. തർക്കവും സംവാദവും ഒരു വിശ്വാസിക്ക് യോജിച്ച നടപടിയേയല്ല. അത് മറ്റുള്ളവരെ നേർവഴിയിലേക്ക് നയിക്കാൻ സഹായകമാവില്ലെന്ന് മാത്രമല്ല, താൻ കൂടി അറിയാതെ വഴികേടിലേക്ക് വ്യതിചലിച്ചു പോകാൻ കാരണമായി തീരുകയും ചെയ്യും. എന്നിട്ട് അദ്ദേഹം തെളിവുദ്ധരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണുക. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സത്യം തൻ്റെ പക്ഷത്താണെങ്കിലും തർക്കം ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തോട് ചേർന്നൊരു കൊട്ടാരം നൽകാമെന്നതിനും തമാശയിൽ പോലും കളവ് വെടിയുന്നവന് സ്വർഗമധ്യത്തിൽ ഒരു കൊട്ടാരം നൽകാമെന്നതിനും സ്വഭാവം ഉദാത്തവൽക്കരിച്ചവന് സ്വർഗത്തിൻ്റെ ഉയർന്ന ഭാഗത്തൊരു കൊട്ടാരം നൽകാമെന്നതിനും ഞാൻ ഉത്തരവാദിയാണ്. ഇത് അബൂദാവൂദ് സുനനിൽ ഉദ്ധരിച്ചതാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഈ ഹദീസിൽ തർക്കം എന്നതിന് ഹദീസിൽ ഉപയോഗിച്ച അറബി പദം അൽമിറാ എന്നാണ്. സംവാദം എന്നിട്ട് അദ്ദേഹം പറയാണ്, സംവാദം വിശ്വാസത്തിന് ഏൽപ്പിക്കുന്ന ആഘാതം ഇത്രമേൽ മാരകമാണെന്നതിനാൽ സച്ചരിതരായ സലഫുകൾ അതിൻ്റെ വഴി പൂർണ്ണമായി കൊട്ടിയടക്കുകയാണ് ചെയ്തിരുന്നത്. ശേഷം അദ്ദേഹം പറയുന്നു, പ്രസിദ്ധ താബീഈ വര്യനായ ഇബ്നു സിരീൻ തർക്കത്തിന് കോപ്പുകൂട്ടി വരുന്നവരുമായി ഒരക്ഷരം പോലും സംസാരിക്കാനോ അവരിൽ നിന്ന് എന്തെങ്കിലും കേൾക്കാനോ സമ്മതിക്കുമായിരുന്നില്ല. അപ്പോൾ ഈ ഭാഗത്ത് എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? ഒന്ന്, അദ്ദേഹം പറഞ്ഞു തർക്കവും സംവാദവും ഒരു വിശ്വാസിക്ക് യോജിച്ച നടപടിയേയല്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു സംവാദം വിശ്വാസത്തിനേൽപ്പിക്കുന്ന ആഘാതം ഇത്രമേൽ മാരകമാണെന്നതിനാൽ സച്ചരിതരായ സലഫുകൾ അതിൻ്റെ വഴി പൂർണ്ണമായി കെട്ടിയടക്കുകയാണ് ചെയ്തിരുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. എന്നാൽ ഖുർആൻ വ്യക്തമായി പറയുന്നു, വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ, അവരോട് ഏറ്റവും നല്ല രീതിയിൽ പ്രമാണങ്ങൾ കൊണ്ട് തർക്കിക്കുക. ബാറക്കല്ലാഹു ഫീക്കും. ഇത് സൂറത്തുൻ നഹ്ൽ 16-ാം അധ്യായം 125-ാം വചനാണ്. ഇവിടെ ഖുർആനിൽ ഉപയോഗിച്ച പദം ജാദിൽ എന്നാണ്. അബൂ താരിഖ് സുബൈർ മുഹമ്മദ് മൗലവി ഉദ്ധരിച്ച ഹദീസിൽ വന്ന പദം അൽമിറാ എന്നാണ്. അപ്പോൾ ഹദീസിൽ വന്ന ഈ അൽമിറാ എന്ന പദത്തിൻ്റെ ഉദ്ദേശം എന്താണ്? അത് എല്ലാ തരത്തിലുള്ള സംവാദങ്ങളെയും ഉൾക്കൊള്ളുന്നുണ്ടോ? അപ്പോൾ ഖുർആനിൽ സൂറത്തുൻ നഹ്ൽ 125-ൽ തർക്കിക്കാൻ അല്ലാഹു കൽപ്പിക്കുകയാണ്. എങ്ങനെ? അതിനൊരു രീതിയുണ്ട്.
അത് ഏറ്റവും നല്ല രീതിയിൽ, അത് പ്രമാണങ്ങൾ കൊണ്ട്, ബില്ലത്തി ഹിയ അഹ്സൻ, ഏതാണോ ഏറ്റവും നല്ലത് അതുകൊണ്ട്. അതേതാ? പ്രമാണങ്ങൾ, ഖുർആനും ഹദീസും. ഇനി അൽ മിറ എന്ന പദത്തിൻ്റെ ഉദ്ദേശം എന്താ? ഇത് വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് പറയുന്നു, നമുക്കിവിടെ വായിക്കാം. ഇവിടെ ഒരു വിഷയം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില ആളുകൾ അവർ സത്യത്തിൻ്റെ പക്ഷത്താണെങ്കിലും സംവാദത്തിലും വാദപ്രതിവാദത്തിലും ഏർപ്പെടാൻ മടിക്കുന്നു. അതിന് തെളിവായി അവർ ഈ ഹദീസ് ഉദ്ധരിക്കുന്നു: ഒരാൾ സത്യത്തിൻ്റെ പക്ഷത്താണെങ്കിലും തർക്കം ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിൻ്റെ നടുവിൽ ഒരു വീട് ഞാൻ ഉറപ്പു നൽകുന്നു. അങ്ങനെ അവർ സംവാദം തന്നെ ഉപേക്ഷിക്കുന്നു. അതിൻ്റെ മറുപടി ഇതാണ്: അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ വാദപ്രതിവാദം ഉപേക്ഷിക്കുന്നവൻ ഒരിക്കലും സത്യത്തിൻ്റെ പക്ഷത്തുള്ളവനല്ല. കാരണം അത് സത്യത്തിൻ്റെ പരാജയമാണ്. എന്നാൽ താനും തൻ്റെ കൂട്ടുകാരനും തമ്മിലുള്ള തർക്കം ദീനുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു വിഷയത്തെക്കുറിച്ചാണെങ്കിൽ അത്തരം സാഹചര്യത്തിൽ അവൻ സത്യത്തിൻ്റെ പക്ഷത്തായിരിക്കാം. ഉദാഹരണത്തിന്, ഒരാൾ പറയുന്നു, ഞാൻ ഇന്ന ആളെ മാർക്കറ്റിൽ കണ്ടു. മറ്റൊരാൾ പറയുന്നു, അല്ല, ഞാൻ അദ്ദേഹത്തെ മസ്ജിദിലാണ് കണ്ടത്. തുടർന്ന് ഇരുവരും തമ്മിൽ വാദവും തർക്കവും ഉണ്ടാകുന്നു. ഹദീസിൽ പരാമർശിക്കപ്പെട്ട തർക്കം ഇതുപോലുള്ളതാണ്. ബാറക്കല്ലാഹു ഫീക്കും. എന്നാൽ സത്യത്തെ പിന്തുണക്കുന്നതിനും സ്ഥാപിക്കുന്നതിനുമായി നടത്തുന്ന സംവാദം ഉപേക്ഷിക്കുന്നവൻ ഒരിക്കലും സത്യത്തിൻ്റെ പക്ഷത്തുള്ളവനല്ല. അതിനാൽ അവൻ ഈ ഹദീസിൽ ഉദ്ദേശിക്കപ്പെട്ടവരിൽ ഉൾപ്പെടുകയില്ല. ബാറക്കല്ലാഹു ഫീക്കും. ഇതിൻ്റെയൊക്കെ അറബി വചനവും 3 പണ്ഡിതന്മാരെയാണ് ഞാനിവിടെ ഉദ്ധരിക്കാൻ പോകുന്നത്. ഒന്ന് ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ല, പിന്നെ ഷെയ്ഖ് ഫൗസാൻ ഹഫിദഹുല്ല, പിന്നെ ഷെയ്ഖ് അൽ അൽബാനി റഹിമഹുല്ല. ഇതിൻ്റെയൊക്കെ അറബി വാചകങ്ങളും അതിൻ്റെ സ്രോതസ്സുകളും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചാനലിൽ ലിങ്ക് അടക്കം ആവശ്യമുള്ളിടത്ത് കൊടുത്തിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ എന്താണ് ഷെയ്ഖ് റഹിമഹുല്ല, ഉസൈമീൻ റഹിമഹുല്ല പറഞ്ഞത് നമുക്ക് മനസ്സിലാകുക? ഈ ഹദീസ് അത് ദുനിയവിയായ തർക്കമാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഖുർആനിൽ കൽപ്പിച്ച പ്രമാണങ്ങൾ കൊണ്ടുള്ള തർക്കമല്ല. ബാറക്കല്ലാഹു ഫീക്കും. ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ല പറഞ്ഞു, സത്യത്തെ പിന്തുണക്കുന്നതിനും സ്ഥാപിക്കുന്നതിനുമായി നടത്തുന്ന സംവാദം ഉപേക്ഷിക്കുന്നവൻ ഒരിക്കലും സത്യത്തിൻ്റെ പക്ഷത്തുള്ളവനല്ല. അദ്ദേഹം വ്യക്തമാക്കുന്നത്, ഹദീസിൽ നിരോധിക്കപ്പെട്ട മിറാദ്, അതായത് ആര് തർക്കം ഉപേക്ഷിക്കുന്നോ അവർക്ക് സ്വർഗമുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, ആ തർക്കം, ആ മിറ എന്നത് ദീനിനെ സഹായിക്കുന്ന ശർഈ ജിദാലല്ല, മറിച്ച് ദുനിയാവിയായ പിടിവാശിയോടെയുള്ള തർക്കങ്ങളാണ് എന്നാണ്. അതുപോലെ അപ്പോൾ അത് വ്യക്തമായല്ലോ, ഈ ഹദീസിലുള്ള തർക്കം അൽ മിറ എന്താ? അത് ദുനിയവിയായ തർക്കങ്ങളാണ്, അല്ലാതെ ഖുർആനിൽ കൽപ്പിച്ച പ്രമാണങ്ങൾ കൊണ്ടുള്ള തർക്കമല്ല. അതുപോലെ ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിദഹുല്ല പറയുന്നു, അദ്ദേഹത്തോട് ചോദിച്ചതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞതായി വന്നിട്ടുണ്ട്: ഞാൻ സ്വർഗത്തിൽ ഒരു വീട് ഉറപ്പു നൽകുന്നു. താൻ സത്യത്തിൻ്റെ പക്ഷത്താണെങ്കിലും തർക്കം, അൽ മിറ, ഉപേക്ഷിക്കുന്നവന്. അപ്പോൾ അതേ ഹദീസിനെ കുറിച്ച് ചോദിക്കുകയാണ്. ഹദീസിൽ വന്ന പദം അൽ മിറ, ഈ മിറ എന്നത് അദ്ദേഹം ചോദ്യകർത്താവ് വീണ്ടും ചോദിക്കുകയാണ്, ഈ അൽ മിറ എന്നത് നിർബന്ധമായ ജിദാൽ, സത്യം സ്ഥാപിക്കാനുള്ള തർക്കം അഥവാ സംവാദം ഉൾപ്പെടുന്നതാണോ? അപ്പോൾ ഷെയ്ഖ് ഫൗസാൻ ഹഫിദഹുല്ല മറുപടി പറയുന്നു, ഇവിടെ പരാമർശിക്കപ്പെട്ട മിറ എന്നത് ലോക കാര്യങ്ങൾക്ക് വേണ്ടിയോ അഥവാ ദുനിയാവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയോ വെറും എതിർപ്പിനും വാദജയത്തിനും വേണ്ടിയോ നടത്തുന്ന തർക്കമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, എന്നാൽ സത്യത്തെ വ്യക്തമാക്കുന്നതിനും അസത്യത്തെ ഖണ്ഡിക്കുന്നതിനുമായി നടത്തുന്ന സംവാദത്തെ അൽ മിറ എന്ന് വിളിക്കുകയില്ല. ലോകപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയോ അഥവാ ദുനിയാവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയോ മറ്റൊരാളെ തോൽപ്പിക്കാനും മേൽക്കൈ നേടാനുമായി നടത്തുന്ന വാദപ്രതിവാദമാണ്
അൽമിറാ. അതേസമയം സത്യം വ്യക്തമാക്കുകയും അസത്യം തള്ളിക്കളയുകയും ചെയ്യുന്നതിനായി നടത്തുന്ന സംവാദമാണ്, തർക്കമാണ് അൽ ജിദാൽ. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഷെയ്ഖ് ഫൗസാനും ഷെയ്ഖ് ഉസൈമിനും തമ്മിൽ ഒരഭിപ്രായ വ്യത്യാസമില്ല. രണ്ടാളും എന്താണ്, ഈ ഹദീസിൽ വന്ന പദം അൽമിറ അത് ദുനിയവിയായ തർക്കത്തെയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ദുനിയവിയായ ഒരു തർക്കമുണ്ടായാൽ അവിടെ സത്യം നമ്മളെ ഭാഗത്താണെങ്കിലും ആ തർക്കം നമ്മൾ ഉപേക്ഷിച്ചാൽ, അത് ദുനിയവിയായ തർക്കമായതുകൊണ്ട് ആ തർക്കം നമ്മൾ ഉപേക്ഷിച്ചാൽ സ്വർഗത്തിൽ നമുക്ക് വീട് ഉറപ്പാട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നാൽ രണ്ട് ശൈഖുമാരും പറഞ്ഞു, ബാറക്കല്ലാഹു ഫീക്കും, സത്യത്തിന് വേണ്ടി തർക്കിക്കുന്നത് അത് ഈ ഹദീസിൽ പെടുകയില്ല. ഇനി ജിദാൽ എന്ന പദം തന്നെ, അതായത് ഖുർആനിൽ ഉപയോഗിച്ച ജിദാൽ എന്ന പദം തന്നെ സുബൈർ മൗലവി ഉദ്ധരിച്ച അതേ അർത്ഥത്തിൽ ഹദീസിൽ വന്നിട്ടുണ്ട്. അതായത് അൽ മിറായിന് സുബൈർ മൗലവി തർക്കം എന്ന് പറഞ്ഞിട്ട് സത്യമാണെങ്കിലും പറയരുത് എന്ന് പറഞ്ഞല്ലോ. അതേ പദം അൽ മിറായിന് പകരം ജിദാൽ എന്ന് തന്നെ ഹദീസിൽ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഷെയ്ഖ് അൽ അൽബാനി റഹിമഹുല്ലാഹ് പറയുന്നത് നമുക്ക് വായിക്കാം. ചോദ്യം: ഷെയ്ഖ് അൽ അൽബാനി റഹിമഹുല്ലാഹ് ചോദിക്കുകയാണ്, ഒരു സഹോദരൻ വാദപ്രതിവാദം ജിദാൽ, അതായത് ജിദാൽ തർക്കം രണ്ട് തരമാണെന്ന് പറയപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താൻ ഒരാൾ സത്യത്തിൻ്റെ പക്ഷത്തായിരിക്കെ വാദപ്രതിവാദം ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിൻ്റെ പരിസരത്തൊരു വീട് ഞാൻ ഉറപ്പു നൽകുന്നു. അപ്പോൾ ഈ ഹദീസും അള്ളാഹുവിൻ്റെ ഈ വചനവും തമ്മിൽ എങ്ങനെ യോജിപ്പിക്കാം? വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, അവരോട് ഏറ്റവും നല്ല രീതിയിൽ പ്രമാണങ്ങൾ കൊണ്ട് സംവദിക്കുക അല്ലെങ്കിൽ തർക്കിക്കുക. ഇത് സൂറത്തുൻ നഹൽ പറഞ്ഞല്ലോ, 16-ാം അധ്യായം 125-ാം വചനാണ്. ചോദ്യകർത്താവ് പറയാണ്, ദയവായി ഒന്ന് വിശദീകരിക്കാമോ? അപ്പോൾ ഷെയ്ഖ് അൽ അൽബാനി റഹിമഹുല്ലാഹ് മറുപടി പറഞ്ഞു, നിസ്സംശയം ജിദാലിന് അഥവാ തർക്കം അല്ലെങ്കിൽ വാദപ്രതിവാദം, സംവാദം, ഇങ്ങനെയൊക്കെ അർത്ഥം കൊടുക്കാം. ജിദാലിന് പല രൂപങ്ങളും പല തരങ്ങളുമുണ്ട്. പൊതുവായി അത് രണ്ട് വിഭാഗങ്ങളായി വിഭജിക്കാം. ഒന്ന്, സത്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജിദാൽ. രണ്ട്, അസത്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജിദാൽ. സത്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജിദാലാണ് ഖുർആൻ വചനത്തിലും അതിന് സമാനമായ മറ്റു വചനങ്ങളിലും അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അസത്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജിദാൽ ശരീഅത്തിൽ അനുവദനീയമല്ല. ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലും അത് നിഷിദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആനെ കുറിച്ചുള്ള തർക്കം കുഫ്റാണ്. അസത്യത്തെ അടിസ്ഥാനമാക്കിയുള്ള വാദപ്രതിവാദം അസാധുവാണെന്ന് വ്യക്തമായതിനാൽ അതിൽ കൂടുതൽ വിശദീകരണം ആവശ്യമില്ല. അതിനാലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞത്, തെറ്റിൻ്റെ പക്ഷത്തായിരിക്കെ വാദപ്രതിവാദം ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിൻ്റെ പരിസരത്തൊരു വീട് ലഭിക്കും. സത്യത്തിൻ്റെ പക്ഷത്തായിരിക്കെ വാദപ്രതിവാദം ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിൻ്റെ മധ്യത്തിൽ ഒരു വീട് ലഭിക്കും. തൻ്റെ സ്വഭാവം മനോഹരമാക്കിയവന് സ്വർഗത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗത്തൊരു വീട് ലഭിക്കും. എന്നിട്ട് ഷെയ്ഖ് റഹിമഹുല്ലാഹ് പറയാണ്, ഇവിടെ ചോദ്യം ഉയർന്നു, സത്യത്തിൻ്റെ പക്ഷത്തായിരിക്കെ വാദപ്രതിവാദം ഉപേക്ഷിക്കുന്നവന് ഇത്ര വലിയ പ്രതിഫലം ലഭിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം ഇതാണ്, ഓരോ കാര്യത്തിനും ഒരു പരിധിയുണ്ട്. ആ പരിധി ലംഘിച്ചാൽ അതിൻ്റെ വിപരീത ഫലമാണ് ഉണ്ടാകുക. ഉദാഹരണത്തിന്, ധൈര്യം പ്രശംസനീയമാണ്, പക്ഷെ അതിരുവിട്ടാൽ അത് അശ്രദ്ധയും എടുത്തുചാട്ടവുമായി മാറും. ഔദാര്യവും ദാനശീലവും നല്ല സ്വഭാവമാണ്, എന്നാൽ അതിരുകടന്നാൽ അത് ധൂർത്തും അവകാശങ്ങളുടെ നഷ്ടവുമായി മാറും. എല്ലാ കാര്യങ്ങളും മിതത്വത്തോടെ ആയിരിക്കണം. ആരാധനകളിലും ഇത് തന്നെയാണ് സ്ഥിതി. നിസ്കാരം മഹത്തായ ആരാധനയാണ്, എന്നാൽ ഒരാൾ തൻ്റെ ശരീരത്തെ ക്ഷീണിപ്പിക്കുന്ന വിധം അതിൽ അതിരുകടന്നാൽ പിന്നീട് അയാൾക്ക് വിരസതയും മടുപ്പും അനുഭവപ്പെടും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഓരോ പ്രവർത്തനത്തിനും
ഒരു ഉത്സാഹകാലമുണ്ട്. ഓരോ ഉത്സാഹത്തിനും ഒരു ക്ഷീണകാലവുമുണ്ട്. അങ്ങനെ ജിദാലും അഥവാ തർക്കം, വാദപ്രതിവാദം, സംവാദം അടിസ്ഥാനത്തിൽ സത്യമായ ഒരു കാര്യമാണ്. എന്നാൽ അതിൽ അതിരുകടന്നാൽ ഉദ്ദേശിച്ച ഫലത്തിൻ്റെ വിപരീത ഫലമാണ് ഉണ്ടാവുക. അതിനാലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ സത്യത്തിൻ്റെ പക്ഷത്താണെങ്കിലും ചില സന്ദർഭങ്ങളിൽ വാദപ്രതിവാദം നിർത്തുന്നവനെ പ്രശംസിച്ചത്. ഇതിനർത്ഥം അവസാനമായി മുസ്ലിങ്ങളെ ആളുകളുമായി അമുസ്ലിങ്ങളോട് പോലും ഏറ്റവും നല്ല രീതിയിൽ സംവാദം നടത്താൻ കൽപ്പിക്കപ്പെട്ടവരെ, നിങ്ങൾക്ക് അവർക്കെതിരെ തെളിവ് സ്ഥാപിക്കാൻ കഴിയുന്നിടത്തോളം മാത്രം അവരുമായി സംവാദം നടത്തുക, എന്നിട്ട് നിർത്തുക. കാരണം സംവാദത്തിൽ തുടരുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ എതിരാളിക്ക് നിങ്ങളുടെ അഭിപ്രായം ബലപ്രയോഗത്തിലൂടെ അവൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് തോന്നിപ്പിക്കുന്നു. അങ്ങനെ അവനെ നിങ്ങളിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്നു. നിങ്ങൾ സത്യമെന്ന് വിശ്വസിക്കുന്നതിലേക്ക് അവനെ ആകർഷിക്കുക എന്ന നിങ്ങളുടെ ഉദ്ദേശ്യത്തിന് ഇത് വിരുദ്ധമാണ്. കാരണം ഒരെതിരാളിയുമായി നിരന്തരം വാദിച്ചുകൊണ്ടിരിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത് ചിലപ്പോൾ അവനെ സത്യത്തിൽ നിന്ന് കൂടുതൽ അകറ്റാനിടയാക്കും. നിങ്ങൾ അവനെ സത്യത്തിലേക്കും മാർഗദർശനത്തിലേക്കും ക്ഷണിക്കുവാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ അമിതമായ വാദപ്രതിവാദം അവനിൽ ഇങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കാം: ഇയാൾ തൻ്റെ അഭിപ്രായം എന്നിൽ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് അകന്നു പോവുകയും സത്യത്തെ നിരസിക്കുകയും ചെയ്യും. അതിനാൽ ഒരു വ്യക്തിയുമായി നിങ്ങൾ സംവദിക്കുകയും തെളിവുകൾ അവതരിപ്പിക്കുകയും നിങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിക്കുകയും ചെയ്ത ശേഷം അവൻ സത്യത്തിന് കീഴടങ്ങാൻ തയ്യാറല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ അവിടെ നിർത്തുക. പറയുക, ഇതാണ് എനിക്കും നിനക്കും ഇടയിലെ വേർപാട്. അതിനുശേഷം വാദപ്രതിവാദത്തിൽ പിടിച്ചു നിൽക്കരുത്. നീ സത്യത്തിൻ്റെ പക്ഷത്തായിരിക്കെ വാദം തുടരുന്നത് അതിലും വലിയ ദോഷത്തിന് കാരണമാകുമെന്ന ഭയത്താൽ അതിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ നിനക്കായി സ്വർഗത്തിൻ്റെ മധ്യത്തിൽ ഒരു വീടുണ്ടായിരിക്കും. ഇങ്ങനെയാണ് ഹദീസിനും അവരോട് ഏറ്റവും നല്ല രീതിയിൽ പ്രമാണം കൊണ്ട് തർക്കിക്കുക അല്ലെങ്കിൽ സംവദിക്കുക എന്ന ഖുർആൻ വചനത്തിനുമിടയിൽ യോജിപ്പ് സ്ഥാപിക്കപ്പെടുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. അങ്ങനെ ഇവിടെ ഷെയ്ഖ് അൽ അൽബാനി റഹിമഹുല്ല ഇത്രയും വ്യക്തമായിട്ട് കാര്യങ്ങൾ നമ്മളോട് പറയുകയാണ്. സത്യത്തിന് വേണ്ടിയുള്ള ജിദാലും അസത്യത്തിൻ്റെ ജിദാലും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന്. അതുകൊണ്ട് സംവാദം ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല. സലഫുകൾ സംവാദത്തിൻ്റെ വഴി പൂർണ്ണമായി കൊട്ടിയടച്ചു എന്നീ പരാമർശങ്ങൾ ഖുർആനും സുന്നത്തും കൽപ്പിച്ച ശർഈ ജിദാലിനെ അഥവാ തർക്കത്തെ, സംവാദത്തെ നിരാകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കിബാറായ പണ്ഡിതന്മാരായ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല, ഷെയ്ഖ് ഫൗസാൻ ഹഫിദഹുല്ല, ഷെയ്ഖ് അൽ അൽബാനി റഹിമഹുല്ല എന്നിവരുടെ വിശദീകരണങ്ങൾ വളരെ പ്രധാനമാണ്. അവർ ഹദീസുകളെ ഖുർആനുമായി യോജിപ്പിച്ചുകൊണ്ടാണ് വിശദീകരിച്ചിരിക്കുന്നത്, പരസ്പരം വിരുദ്ധമാക്കിക്കൊണ്ടല്ല. ഇബ്നു സിരീൻ റഹിമഹുല്ല പോലത്തെ പണ്ഡിതന്മാർ സംവാദം നടത്താതിരുന്നത് ബിദ്അത്തിന്റെ നേതാക്കളോടാണ്. ബാറക്കല്ലാഹു ഫീക്കും. അതിനാൽ എല്ലാ തരത്തിലുള്ള സംവാദങ്ങളെയും ഒരുപോലെ നിരാകരിക്കുന്നത് ശരിയായ സമീപനമല്ല. മറിച്ച് സത്യത്തെ സ്ഥാപിക്കാനും അസത്യത്തെ ഖണ്ഡിക്കാനുമായി പ്രമാണങ്ങൾ കൊണ്ട് നല്ല രീതിയിലും മിതത്വത്തോടെയും നടത്തുന്ന ജിദാൽ അഥവാ തർക്കം, സംവാദം, വാദപ്രതിവാദം ശരീഅത്ത് അംഗീകരിച്ചതാണ്. അതാണ് സൂറത്തുൻ നഹ്ൽ 16:125 വചനം പഠിപ്പിക്കുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. നമുക്കിവിടെ നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.